ഫഞ്ച ഹെറിറ്റേജ് ഹൗസ് ഇരിക്കുന്നത് ഫഞ്ച ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉൾപ്രദേശത്തോട്ടാണ് ഈ ഫഞ്ച ഹെറിറ്റേജ് ഹൗസ് ഇരിക്കുന്നത്. ഇത് ചുറ്റും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മസ്കറ്റിൽ നിന്ന് വരുന്നവരാണെങ്കിൽ മസ്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ അകലെയാണ് ഈ ഫഞ്ച ഹെറിറ്റേജ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ഹോട്ടലാണ്. ഫഞ്ച ഹെറിറ്റേജ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ഹോട്ടലാണ്. പക്ഷേ ഇതൊരു ഹോട്ടൽ മാത്രമായിട്ടായിട്ടല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് ഇവിടെ വരുന്ന അതിഥികളെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായാലും ഒമാൻ പൈതൃകത്തെക്കുറിച്ച് കാണിച്ചു തരുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒന്നാണ് ഈ ഹെറിറ്റേജ് ഹൗസ്. ഇത് നിർമ്മിച്ച ആളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സഞ്ചാരികൾക്ക് പ്രാദേശിക പാരമ്പര്യങ്ങളും ചരിത്രവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇത് നിർമ്മിച്ചത്. സെയ്ഫ് അൽ റഫാഹി എന്ന് പറയുന്ന ആളാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ. ഇതിനുള്ളിൽ മെയിനായിട്ട് ഒരു നിർമ്മിച്ച് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു മ്യൂസിയം, ഒരു സത്രം, ഒരു ചെറിയൊരു മൃഗശാല എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ് ഈ ഒമാൻ ഹെറിറ്റേജ് ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന അതിഥികൾക്ക് ഒമാനിലെ പുരാവസ്തുക്കളെക്കുറിച്ചും രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കൂടുതൽ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു ഉദ്ദേശം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹോട്ടലെന്ന് പറയാവുന്ന ഒരു രീതിയിലുള്ളതാണ് ഈ ഒമാൻ ഹെറിറ്റേജ് ഹൗസ്. ഇത് ചുമരിലെല്ലാം സിമെൻറ്റ് തേച്ചിട്ട് അതിന് ഈ കരിങ്കൽ കഷ്ണം ഒട്ടിച്ച രീതിയിലാണ് ഈ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അത് മേലെക്കൂടെയും, അതായത് ബിൽഡിങ്ങിൻ്റെ മേലെക്കൂടെയും നമുക്ക് വേറെ മറ്റൊരു ബിൽഡിങ്ങിലോട്ട് പോവുകയും ചെയ്യാം, താഴെക്കൂടെയും പോവുകയും ചെയ്യാം. ചെറിയൊരു മൃഗശാലയുണ്ട് ഇവിടെ. ഇങ്ങനെ മയിൽ, ഒട്ടകപ്പക്ഷി, പിന്നെ ഈ അണ്ണാൻ, പ്രാവ്, ആട് അങ്ങനെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളും ഉള്ള ചെറിയൊരു മൃഗശാലയുണ്ട്. ഇതിനോട് ചേർന്ന് നിരവധി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ ഒരു മയിലും ഒരു ആൺമയിലും പെൺമയിലിനെ അവർ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് പറന്നിട്ടൊന്നും പോകുന്നില്ല, അവിടെ തന്നെയാണ് അത് നിൽക്കുന്നത്. ഇതിൻ്റെ മേൽഭാഗത്ത് നിന്ന് കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതിനകത്ത് തൊട്ടപ്പുറത്തായിട്ട് ഒരു വാതി ഉണ്ട്, അതായത് ഒരു ചെറിയൊരു നദി പോലത്തെ ഒരു സംഭവമുണ്ട്, അത് നമുക്ക് കാണാം ആ മലയുടെ താഴ്വരയോട് ചേർന്നിട്ട്. ഇതിനകത്തോട്ട് കയറി എൻട്രി ഫീസ് ഓർഡർ ചെയ്യലുണ്ടോ ഒരാൾക്ക്. കുട്ടികൾക്കൊന്നും ഫീസില്ല. മേൽഭാഗത്ത് കൂടി നമുക്ക് നടന്നു പോകാം, താഴ്ഭാഗത്ത് കൂടിയും പോകാം. ഈ ചെറിയ പ്രാവുകൾ, അതിൻ്റെ കുട്ടികൾ അങ്ങനെയുള്ളതിനൊക്കെയാണ് ഇവർ ഈ ചെറിയൊരു മൃഗശാല പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാടൻ അണ്ണാനാണത്. അത് ബോർഡ് വെച്ചിരിക്കുന്നതാണ് എന്തൊക്കെയാണ് എങ്ങോട്ടെല്ലാം ആണെന്ന് പറഞ്ഞിട്ട്. അതൊരു ആണും പെണ്ണും ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഈ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇവിടുത്തെ ആൾക്കാരുടെ ചെരുപ്പുകൾ, വാളുകൾ, ആയുധങ്ങൾ, കൈവിലങ്ങ് അങ്ങനെയുള്ളതെല്ലാമാണ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇതിന് പരിസരമുള്ള ഒരു വ്യൂ ആണ് ഈ ഫോട്ടോ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ബുക്കുകൾ, പഴയകാലത്തെ വാച്ചുകൾ. ഇതൊരു ചെറിയൊരു മ്യൂസിയം പോലെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത് പുരാതന കാലത്ത് അല്ലെങ്കിൽ ഒമാനികൾ ഉപയോഗിച്ചിരിക്കുന്ന വാതിലുകൾ, മൺപാത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ സാധാരണ ഉപയോഗിച്ച് വരുന്നതും അങ്ങനെയുള്ള വസ്ത്രങ്ങൾ, മോതിരങ്ങൾ, ആഭരണങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഡിസ്പ്ലേ ആക്കി കൂടുതലും വെച്ചിരിക്കുന്നത് ഇവിടെ. ഇത് ചെറിയൊരു മ്യൂസിയമാണ്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ താഴോട്ട് പോവുകയാണെങ്കിൽ ഒരു മലയുടെ താഴ്വരയിലോട്ട് ചേർന്നിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പോൾ അത് കാണുന്നില്ല. അത് സീസൺ ടൈം ആകുന്ന സമയത്ത് വെള്ളമെല്ലാം നിറച്ച് സെറ്റാക്കുന്നൊക്കെയാണ് പറയുന്നത്.
ഇതുണ്ടോ, മേൽഭാഗത്ത് കൂടിയും നമുക്ക് പോകാം, താഴ്ഭാഗത്ത് കൂടിയും പോകാം. ഇതാണ് ആ വ്യൂ പോയിൻ്റ്. ഇതാണ് കേട്ടോ. ഇത് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ വെള്ളം, ഇപ്പോഴും വേനൽക്കാലമാണ്, എന്നാലും അവിടെ വെള്ളം നിൽക്കുന്നുണ്ട് നന്നായിട്ട്. മഴ പെയ്യുന്ന സമയത്ത് ഒരു നദി പോലെ തന്നെ ഒരു ഒഴുക്കുണ്ടാവും. ഇതിപ്പോൾ ഒരു നാട്ടിലെ നദി പോലെ തന്നെ ഏകദേശം ഉണ്ട്. സൺസെറ്റ് കാരണം നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ട്, ഇത് സന്ധ്യാസമയത്തായിരുന്നു, നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി. ഇതിന് മേലെ നമുക്ക് താമസിക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ താമസിക്കാം. റേറ്റ് കുറച്ച് കൂടുതലാണ്, 40 റിയാലൊക്കെയാണ് 1 ഡേ താമസിക്കാനുള്ള റേറ്റ്. ഫുഡ് കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് തരും. റൂമിന് മാത്രം ഉണ്ടോ 40 റിയാൽ. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. വിദേശികളൊക്കെ വന്ന് ഇവിടെ കാണാറുണ്ട്. വിദേശികളൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. സീസൺ ടൈമായ നിറയെ ആൾക്കാരൊക്കെ വരും ഇവിടെ. അപ്പോൾ അത്രയുള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടതിന് നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.